ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിഷ്കളങ്കമായാണ് നമ്മൾ കളങ്കമില്ലാതെ പരമാർത്ഥ ഹൃദയത്തോടെ, സത്യസന്ധമായ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവം നമ്മോട് സംസാരിക്കുകയും, നിങ്ങൾ ചെറിയ എന്താണ് ദൈവം എന്നോട് സംസാരിക്കാത്തത്? ഉടമ്പടി എടുക്കുന്ന ഒത്തിരി പേർക്ക് പരിശുദ്ധ അമ്മയെ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ ദിവസവും നമുക്ക് സാക്ഷ്യമുണ്ട്. എല്ലാ ദിവസവും സ്വപ്നത്തിലായാലും ദർശനത്തിലായാലും സ്വരത്തിലായാലും സുഗന്ധത്തിലായാലും ഇങ്ങനെ അമ്മയുടെ പ്രത്യക്ഷ ദർശനങ്ങൾ അനേകം മക്കൾ എല്ലാ ദിവസവും അനുഭവ സാക്ഷ്യം പറയുന്നുണ്ട്. അത് ഇറ്റ് ഈസ് നോട്ട് റിസർവ്ഡ്, ആർക്കെങ്കിലുമായിട്ട് ഇങ്ങനെ സംവരണം ചെയ്ത് വെച്ചിരിക്കണതല്ല. ഇറ്റ് ഈസ് ഫോർ ഓൾ, ആർക്കായാലും സാധിക്കും. ബൈബിള് പറയണത് അത് അന്വേഷണം സത്യസന്ധമായിരിക്കണം. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 145 സങ്കീർത്തനം 18 തിരുവചനം. 145 സങ്കീർത്തനം 18 തിരുവചനം. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, പറഞ്ഞോളൂ, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവ് സമീപസ്ഥനാണ്. അപ്പോൾ ഹൃദയ പരമാർത്ഥതയാണ് എൻ്റെ വേണ്ടത്. അതായത്, ഒന്ന്, നീ സത്യമായ ദൈവത്തെ സത്യമാണെന്ന് മനസ്സിലാക്കുകയും അതേസമയം തന്നെ നിൻ്റെ വിഷയം, അതിൻ്റെ ഒരു പരമാർത്ഥത, സത്യസന്ധത, അത് ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവിക ഇടപെടൽ സുനിശ്ചിതമായിരിക്കുമെന്ന് നമുക്ക് സംശയമില്ലാതെ. നമുക്ക് ഈ പരമാർത്ഥതയ്ക്ക് കളങ്കം ചാർത്തുന്നത് പലപ്പോഴും സംശയമാണ്. അങ്ങനെ കർത്താവ് പറയും, സംശയമില്ലാതെ, ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്, സംശയിക്കാതെ, ഉള്ളിൽ സംശയിക്കാതെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, ആരാധന. സ്വരത്തിലെ ഇടിമുഴക്കം പോലെ മർക്കോസ് 11:23. മർക്കോസ് 11:23. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. അപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു ഫാക്കൽറ്റി ഹൃദയമാണ്. ഹൃദയം എപ്പോഴും വെച്ച് സംശയിക്കാത്ത വിശ്വാസത്തിനായിട്ട് പ്രാർത്ഥിക്കണം. ഇടത് കൈ നെഞ്ചിൽ വെച്ച്, ഇടത് നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച്, കർത്താവേ അങ്ങിൽ സംശയിക്കാതെ സുനിശ്ചയത്തോടുകൂടി വിശ്വസിക്കുവാൻ ആവശ്യമായ പരിശുദ്ധാത്മകൃപയാൽ എന്നെ അഭിഷേകം ചെയ്യണം. ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എപ്പോഴും മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കണം രണ്ട് കാര്യങ്ങൾ.
രണ്ട് കാര്യങ്ങൾ. ഇപ്പം നമ്മൾ കാർ എടുക്കുമ്പോൾ നമ്മൾ കാർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമ്മളെന്ത് ചെയ്യും? അതൊക്കെ മുമ്പ് നമ്മളൊന്ന് ഉറപ്പ് വരുത്തും എന്തൊക്കെയുണ്ട്, ഓയിലുണ്ടോ, അല്ലേ, പെട്രോളിൻ്റെ ലെവൽ എന്താണ്, ബാറ്ററിയുടെ കണ്ടീഷൻ എന്താണ്. ഇത്തരം കാര്യങ്ങൾ ഉറപ്പ് വരുത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ദൈവമായിട്ടുള്ള എല്ലാ ലോഞ്ചിങ്ങിനും ഇത്രയും കാര്യം ഉറപ്പ് വരുത്തണം. എന്താണ്? ശങ്കിക്കാത്ത വിശ്വാസമുണ്ടോ, പിന്നെന്താ വേണ്ടത്? ഉറപ്പ് വരുത്തേണ്ടത് ലെവല്, ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ നിലവാരം. അത് ഇറ്റ് ഇസ് വെരി സീരിയസ് തിങ്. വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. പ്രത്യേകിച്ച് ഉടമ്പടി സ്നേഹത്തിൻ്റെ ബന്ധമാണ്. ദൈവസ്നേഹമില്ലാത്ത ഒരു മനുഷ്യന് ഉടമ്പടി ക്രാക്ക് ചെയ്യത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചിലർക്ക് ഉണ്ടാകുന്ന വിഷയം ദൈവസ്നേഹമല്ല, വസ്തുസ്നേഹമാണ്. വിഷയസ്നേഹം എന്ന് വെച്ചാൽ നിങ്ങളുടെ വിഷയത്തോടാണ് നിങ്ങൾക്ക് സ്നേഹം, ദൈവത്തോട് സ്നേഹമില്ല. അത് ഉറപ്പല്ലേ? അതുകൊണ്ടാണ് സാക്ഷ്യം പറയാൻ പറ്റാവുന്നത്. നിങ്ങൾക്ക് ഉടമ്പടി എടുക്കുന്ന, എനിക്ക് തോന്നുന്നത് മേ ബി ഒരു പകുതിയോളം ആൾക്കാർക്ക് ദൈവസ്നേഹമില്ല. അവർക്ക് വസ്തുസ്നേഹമോ വിഷയസ്നേഹമോ ആണുള്ളത്. വസ്തു എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ വിഷയത്തെക്കുറിച്ച് ഭയങ്കര സ്നേഹമാണ്. ദൈവത്തെ സ്നേഹിക്കേണ്ട കുറേ കാര്യങ്ങൾ ഉടമ്പടിയിലുണ്ട്. അതിലൊന്നാണ് പ്രേക്ഷിത പ്രവർത്തനം, കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നത്. ആ ചുമ്മാ ഇങ്ങനെ സിനിമാക്കാർ നോട്ടീസ് കൊടുക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിച്ചേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിനുള്ളിൽ ആഗ്രഹം ഉണ്ടാകണം, കർത്താവെ ഞാൻ അറിഞ്ഞതുപോലെ എന്നെ ഞാൻ വഴി അങ്ങേ ജനങ്ങൾ അറിയാൻ ഇടയാക്കണമേ. അല്ലാതെ നിങ്ങളെ പേടിച്ചും ചമ്മയും അടപ്പ് തെറിച്ചും ഒക്കെയാണ് കൊടുക്കണം. വല്ലവരും കാണുക, ആളുകളെല്ലാം ചോദിക്കുക, അവരോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും, മറ്റൊരു കളിയാക്കുമോ, ഇങ്ങനെ കുറേ മനോരോഗികളായിട്ടാണ് ചില ആൾക്കാർ പത്രം കൊടുക്കുന്നത്. പത്രം കൊടുക്കുന്നതിൽ ഒരു 20% പേരും കൊടുക്കുന്നത് ഈ ഭ്രാന്തികളെ പോലെയും ഭ്രാന്തന്മാരെ പോലെയുമാണ്. എന്നുവെച്ചാൽ അവരുടെ കറക്റ്റ് സ്റ്റേച്ചറല്ല കാണിക്കുന്നത്, അവരുടെ നോർമലല്ല കാണിക്കുന്നത്. ചമ്പലിച്ച് അകത്ത് വെച്ചും കാണാതെയും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയും ഒരു തരം മാഡായിട്ടുള്ള ആൾക്കാരെ പോലെയാണ്. അപ്പം തന്നെ ദൈവത്തിന് അറിയാം ഇതെങ്ങനെ കൊടുത്ത് ഒപ്പിച്ച് കടമ നിർവഹിക്കുകയാണ്, ദൈവസ്നേഹമല്ലെന്നറിയാം. ദൈവസ്നേഹമുള്ളവർ അത് വെച്ച് പ്രാർത്ഥിക്കും, പത്രം വെച്ച് പ്രാർത്ഥിക്കും. കർത്താവേ ഞാനൊരു പത്രമാണ് കൊടുക്കുന്നത്, കീറിപ്പോകാതെ 10 മനുഷ്യരിത് വായിക്കണം, നിന്നെ അറിയണം, ഞാൻ അറിഞ്ഞ പോലെ അവരും നിന്നെ അനുഭവിക്കാൻ ഇടയാക്കണം. അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ദൈവത്തിന് തോന്നും നിങ്ങൾക്ക് ദൈവസ്നേഹമുണ്ടെന്ന് പറഞ്ഞു. ദൈവസ്നേഹം ഇല്ലാതെ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം ഇത് സ്നേഹത്തിൻ്റെ ബയലാറ്ററൽ റിലേഷനാണ് ഉടമ്പടി എന്ന് പറയുന്നത്. സ്നേഹിക്കാത്ത ഒരാൾക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ലോകത്തിൻ്റെ ഉടമ്പടിയിൽ സ്നേഹം വേണമെന്ന് നിർബന്ധമില്ല, വിശ്വാസം മതി. ലോകത്തിൻ്റെ ഉടമ്പടിയിൽ വിശ്വാസം മതി. പിന്നെ ഉടമ്പടി നിറവേറ്റിയില്ലെങ്കിൽ നിറവേറ്റാനുള്ള നിയമവ്യവസ്ഥ ഉണ്ടായാൽ മതി, പോലീസ് കോടതിയൊക്കെ ഉണ്ടായാൽ മതി. പക്ഷേ അങ്ങനെ ഈ ദൈവമുള്ള ഉടമ്പടിയിൽ പോലീസും കോടതിയൊന്നുമില്ല. ദൈവത്തോടുള്ള സ്നേഹമാണ് അവിടെ ഉള്ളത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ദൈവസ്നേഹത്തോടെ ഉടമ്പടിയിൽ ജീവിക്കാൻ എനിക്ക് പ്രത്യേക അഭിഷേകം തരണമേ. അമ്മേ പരിശുദ്ധമ്മേ, ഉടമ്പടിയുടെ മാതാവേ, എന്റെ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരുടെയും സ്നേഹം വർദ്ധിപ്പിക്കണമേ. സ്വരത്തിലെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഉണ്ട്, ദൈവസ്നേഹമുണ്ട് എന്നുള്ളതിന് എന്തൊക്കെയാണ് അടയാളം? ഒന്ന്, ഫസ്റ്റ് ഒരാളിന് ദൈവസ്നേഹമുണ്ടെങ്കിൽ പെട്ടെന്ന് അയാൾക്ക് തോന്നുന്നത് അയോഗ്യതയാണ്. അനുതാപം സ്നേഹത്തിൻ്റെ ഫ്രൂട്ട്സാണ്.
നിങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തോട് എൻ്റെ മുമ്പിൽ ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്ത് സഹിത്വം ചേർന്ന് ജീവിക്കാൻ നിങ്ങൾക്ക് കൊതിയുണ്ടെങ്കിലാണ് ദൈവസ്നേഹം എന്ന് പറയണത്. ആ ദൈവസ്നേഹം ഉള്ളവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും? അനുതാപം ഉണ്ടാകും. സ്നേഹത്തിൻ്റെ ഫ്രൂട്ട്സാണ്. അപ്പോൾ അനുതാപം ഉണ്ടോ? അനുതാപം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നിലവിലുള്ള ചിന്താഗതികൾ, മനസ്ഥിതികൾ, പെരുമാറ്റം അത് സുവിശേഷ വിഹിതമല്ലെങ്കിൽ, ദൈവത്തിൽ നിരക്കാത്തതാണെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയാണ്. ആ മാറ്റുമ്പോഴാണ് കറക്റ്റ് അനുതാപമായിട്ട് അത് വർക്കൗട്ട് ചെയ്യണത്. അനുതാപം ഇങ്ങനെ മനസ്സിൽ തോന്നിയതുകൊണ്ട് കാര്യമില്ല. ഞാൻ ദൈവത്തിൽ നിരക്കാത്ത റിലേഷനിലാണ് എന്ന് പറഞ്ഞാൽ അനുതാപം ആകത്തില്ല. ഞാൻ ദൈവത്തിൽ നിരക്കാത്ത കച്ചവടം ചെയ്തുകൊണ്ട് അപ്പോൾ അനുതാപം ആകത്തില്ല. അനുതാപമാണത് അത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് സത്യസന്ധമായ പരമാർത്ഥതയുടെ ദൈവത്തെ തേടണമെന്ന് പറയണത്. പരമാർത്ഥതയോടെ. ഇപ്പം നീ ചെയിൻ സ്മോക്കറാണ്, അല്ലെങ്കിൽ നീ ഇങ്ങനെ ഈ എന്താണ് ഏതാണ്ടൊരു സാധനം വെക്കുമല്ലേ, MDMA അതാ വേറെ ഡിഗ്രിയാണെന്ന് തോന്നണം. അപ്പം അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ സ്വാഭാവികമായ സന്തോഷങ്ങളെക്കാൾ എക്സ്ട്രാ ആയിട്ട് സന്തോഷം, വഴിവിട്ട സന്തോഷം അനുഭവിക്കുന്ന ആളാണ് എന്ന് വിചാരിച്ചു. അപ്പം നമുക്കറിയാം, നാളെ നമ്മളെ ദുഃഖിപ്പിക്കുന്ന എല്ലാ സുഖങ്ങളും പാപമാണ്. നാളെ ദുഃഖിപ്പിക്കരുത്, അതാണത്. ഇതെങ്ങനെ തിരിച്ചറിയണം അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ട് ഒഴിയണം. അപ്പോൾ നിങ്ങൾ ടൈം പാസിന് വേണ്ടി മനുഷ്യ പങ്കാളികളെയൊക്കെ ചുമ്മാ ഫോണൊക്കെ ചെയ്യുകയും ചിലപ്പോൾ മെസ്സേജ് വിളിക്കുകയും കാര്യമൊന്നുമില്ലെന്ന് നിങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം. പക്ഷേ ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ, റിലേഷൻസ്, ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ഫാക്കൽറ്റിയെ ബ്ലോക്ക് ചെയ്യും. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, എപ്പോഴും എന്തിനെക്കുറിച്ചാണ് ഓർക്കുന്നത്, അത് നിങ്ങളുടെ അവസ്ഥയാണ്. എപ്പോഴും എന്തിനെക്കുറിച്ചാണ് ഓർക്കുന്നത്, ആരെക്കുറിച്ചാണ് ഓർക്കുന്നത്, എന്തിനെക്കുറിച്ചാണ് ഓർക്കുന്നത്, നിങ്ങളുടെ ടൈം ആരാണ് കൺസ്യൂം ചെയ്യണത്? ദൈവമാണോ അതോ നിങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരവകാശമില്ലാത്ത വ്യക്തികളാണോ? അതെല്ലാം നിങ്ങളൊന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ഉടമ്പടി വഴികളിലേക്ക് പതുക്കെ വരാൻ പറ്റും. ഇത് നിങ്ങൾ ദൈവസ്നേഹം നിറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബലം പ്രയോഗിച്ചൊന്നും വരേണ്ട കാര്യമില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ദൈവസ്നേഹം നിറയാൻ പ്രാർത്ഥിച്ചാൽ മതി. അത് നിങ്ങൾ ഇപ്പോൾ ഉടമ്പടി കുറേ സ്നേഹത്തിൻ്റെ പ്രയോഗങ്ങളുണ്ടല്ലോ. ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റിച്ച് പ്രയോഗങ്ങളുള്ള സ്ഥലമാണ്. ഇപ്പോൾ എല്ലാ തരത്തിലും, അതായത് സാധാരണ വിശ്വാസം, പ്രാർത്ഥന, വിശ്വാസം, പ്രഖ്യാപനം, വിശ്വാസം, പ്രയോഗം, വിശ്വാസം. അപ്പം അങ്ങനെ വിശ്വാസത്തിൻ്റെ പ്രയോഗങ്ങളിൽ ഏറ്റവും ശക്തമായത് നിൽക്കുന്നത് ഉടമ്പടിയിലാണ് പ്രയോഗങ്ങളുള്ളത്. അപ്പം അത് ശരിക്കും നമ്മൾ അതിൻ്റെ സിസ്റ്റം നോക്കിയിട്ട് അവധാനതയോടുകൂടി ഉടമ്പടിയെ സമീപിച്ചാൽ നല്ല ടൈം ഷോർട്ടനിങ് സംഭവിക്കും. ടൈം ഷോർട്ടനിങ്. നിങ്ങൾക്ക് ഉടമ്പടി ലാഗ് ചെയ്യുമ്പോൾ, ഇപ്പോൾ എന്നെ വന്ന് കാണുന്ന ആൾക്കാരൊക്കെ പറയുന്നത് ഉടമ്പടി 2 പുതുക്കി. ഞാൻ നോക്കണത് നിങ്ങളുടെ മച്യൂരിറ്റി സ്റ്റേജാണ് നോക്കണത്. ഇപ്പോൾ നിങ്ങളുടെ വിഷയം ആയില്ലെന്ന് പറയുമ്പോൾ ഞാൻ ഉടമ്പടിയിൽ ആ ചീട്ട് എഴുതിയിട്ടുണ്ടാവും, ഉടമ്പടി 2 പുതുക്കി 3 പുതുക്കി. അപ്പം ഉടമ്പടി 2 പുതുക്കിയ ആൾക്കാർക്ക് ഈ വിഷയം നടന്നില്ലെങ്കിൽ ഈ വ്യക്തി പൊട്ട വ്യക്തിയാണെന്ന് അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചില ആൾക്കാരോട് ഞാൻ സംസാരിക്കത്തില്ല. അതിൻ്റെ കാര്യം സംസാരിക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ടാണ്. അവരോട് സംസാരിച്ചിട്ട് കാര്യം, അവർ കാര്യത്തിന് വേണ്ടി മാത്രം ഉടമ്പടി എടുത്തിരിക്കുന്നതാണ്. കാര്യത്തിന് വേണ്ടി മാത്രം, അല്ലാതെ ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഉടമ്പടി 3 മാസം കഴിഞ്ഞിട്ടും അവർക്ക് ദൈവവുമായിട്ട് ഇതുവരെ കാണാനോ ദൈവവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനോ പറ്റിയിട്ടില്ല. അവർ വിഷയത്തെക്കുറിച്ച് ആദ്യം കൊണ്ടിരിക്കുക. വസ്തു വിൽക്കണില്ലല്ലോ, ജപ്റ്റ് മാറണില്ലല്ലോ, പൈസ ആര് തരും, എങ്ങനെ ഓഫർ ലെറ്റർ, എങ്ങനെ വിസ കിട്ടും, ഈ വിഷയം മാത്രമാണ് അവർ ഫുൾ ടൈമായിട്ട് ഉടമ്പടി എടുത്തെങ്കിലും ഇവർ ഈ വിഷയത്തെക്കുറിച്ച് ഓവറായിട്ട് ഇവർ ആങ്ഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് അതുകൊണ്ടാണ് ആ സംഭവം ലാഗ് ചെയ്ത് പോണത്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇത് കറക്റ്റ് ചെയ്യണം. അതായത് ദൈവത്തിൽ ഇപ്പം തന്നെ ഇന്നലത്തെ എലിസബത്ത് ആൻ്റിയുടെ സാക്ഷ്യമില്ലേ, ഇപ്പോൾ എലിസബത്ത് ആൻ്റിയുടെ സാക്ഷ്യം നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പോൾ പുറത്തുള്ള ആൾക്കാരെ ചർച്ച ചെയ്യണത് രാഷ്ട്രീയ ബേസിലാണ്, അല്ലേ? രാഷ്ട്രീയ ബേസിലാണ്.
അപ്പോൾ എന്നോട് ചില മീഡിയക്കാരൊക്കെ ചോദിച്ചു, അച്ഛൻ ഇൻ്റർവ്യൂ ചെയ്ത അച്ഛനെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും ഇതായിട്ട് ബന്ധമില്ലല്ലോ. തന്നെയല്ല ഇതൊരു പക്ക സ്പിരിച്വൽ സബ്ജക്റ്റ്, നമുക്കത് രാഷ്ട്രീയ സബ്ജക്റ്റ് അല്ലല്ലോ. എന്നോട് ചോദിച്ച എൻ്റെ മീഡിയ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു ഇതൊരു സ്പിരിച്വൽ സബ്ജക്റ്റാണ്, ആ ലേഡി പക്ക സ്പിരിച്വലാണ്, അതാണ് വിഷയം. അവർക്കിത് രാഷ്ട്രീയ വിഷയമല്ല ശരിക്കും, അവരുടെ പേഴ്സണലായിട്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആന്തരികമായുള്ള അതുകൊണ്ടാണ് പറയണത് എല്ലാവരും മാതാവിനെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സങ്കടം തോന്നി, എന്തുകൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റാത്തത്? അതാണ് പക്ഷേ അവർ ദൈവത്തെ തേടുകയാണ് ആത്മാർത്ഥത്തോടെ, എന്തുകൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റാത്തത്? അപ്പോഴേ എൻ്റെ ഉടമ്പടി അങ്ങ് സ്വീകരിച്ചിട്ടില്ലേ? അപ്പോഴേ എൻ്റെ പ്രഭാഷണം അവർ കേൾക്കുമ്പോൾ ഞാൻ പറയും നിങ്ങളെ ഉടമ്പടി എടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മറിച്ച് ദൈവം അത് എടുക്കണ ഒരു വിഷയമാണ്. ദൈവം അത് സ്വീകരിക്കണത് ഇറ്റ്സ് അനദർ സബ്ജക്റ്റ്, വേറെ ഒരു സബ്ജക്റ്റാണ് എന്ന് ഞാൻ പറയുമ്പോൾ ആ പ്രസംഗത്തിലൂടെ അവർക്ക് മനസ്സിലാകും അവിടെ ഉടമ്പടി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് സ്വീകരിക്കാഞ്ഞത്? എൻ്റെ സേവനയിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കാണോ? അതൊരു സ്പിരിച്വൽ സബ്ജക്റ്റാണ്, ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ സബ്ജക്റ്റ്. അപ്പോഴേ അവരത് ദൈവത്തോട് കണ്ണീരോടെ അവർ വിശ്വസിച്ച് ദൈവത്തോട് കണ്ണീരോട് ചോദിക്കും എൻ്റെ ഉടമ്പടി എന്തുകൊണ്ടാണ് അങ്ങ് സ്വീകരിക്കാത്തത്? അപ്പോൾ അവർ വിസ്പർ ചെയ്യും, അതായത് വിസ്പർ ചെയ്യും. ഇറ്റ് ഇസ് നോട്ട് എ ഫാബ്രിക് സ്റ്റോറി. നമുക്ക് കാര്യം വിസ്പർ ചെയ്യണം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും. ദൈവം ഇങ്ങനെ മന്ത്രിക്കാം. കഴിഞ്ഞ മാസം കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ കുരിശ് രൂപത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ കർത്താവ് കുരിശിൽ മുത്താൻ പോയപ്പോൾ പുറപ്പാട് 33:7 എന്ന് എഴുതി കാണിച്ചു. നമ്മൾ ഈ ദൈവത്തോട് ഒപ്പം സഞ്ചരിക്കുമ്പോൾ മനുഷ്യന്മാരെപ്പോലെ നമുക്ക് പലർക്കും മനുഷ്യന്മാരുടെ ഇടപെടെ പരിചയമുള്ളൂ. ദൈവത്തോട് ഇടപെട്ട് കഴിയുമ്പോൾ എന്ത് വിദ്യേനയും ദൈവം കൺവേ ചെയ്തിരിക്കും. അതിൻ്റെ ദെയർ ഇസ് നോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. എന്ത് വിധം ഡ്രീമെങ്കിൽ ഡ്രീം, ദർശനമെങ്കിൽ ദർശനം, അത് സ്വരമെങ്കിൽ സ്വരം, സുഗന്ധമെങ്കിൽ സുഗന്ധം കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ മന്ത്രിച്ചെന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ പറഞ്ഞു. അവർ മന്ത്രിച്ച് എന്താണ് ചെവി പറഞ്ഞു കൊടുത്തത്? ദൈവം പറഞ്ഞു കൊടുത്തത് 2 സാമുവേൽ 23:5. അപ്പോൾ അത് ദൈവം പറഞ്ഞു കൊടുക്കണത് ആർക്കും കിട്ടും. ദൈവത്തെ ആത്മാർത്ഥമായിട്ട് തേടിക്കഴിഞ്ഞാൽ ആരോടും സംസാരിക്കും ദൈവം. സത്യസന്ധമായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വിഷയത്തിനാണ് പ്രാധാന്യം എടുത്ത് കൊടുത്ത് ഇപ്പോഴും നിങ്ങൾ ജീവിക്കണമെങ്കിൽ ഈ ജന്മത്തെ ദൈവം നിങ്ങളോട് സംസാരിക്കത്തില്ല. ഇറ്റ് ഇസ് ക്ലിയർ. നിങ്ങൾ ഇപ്പം തന്നെ തീരുമാനിക്കണം, പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ എൻ്റെ വിഷയത്തെക്കാൾ ഉപരി അങ്ങേക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എൻ്റെ ജീവിതം പുനർക്രമീകരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളിലുള്ള പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങേ ധരിക്കുവാൻ ഈ ആരാധനയിലൂടെ മനസ്സാകണമേ. രണ്ട് സാമുവേൽ 23:5 വായിച്ചോളൂ. അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു, സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി. അവിടുന്ന് എന്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ക്ലിയർ ആണ്. കർത്താവേ അങ്ങ് എൻ്റെ ഉടമ്പടി സ്വീകരിച്ചില്ലേ എന്ന് ഹൃദയം പതറി ചോദിക്കുമ്പോഴാണ് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. ദാറ്റ് ഈസ് വാട്ട് ഇസ് ദാറ്റ്? അതാണ് പ്രസൻസ് എന്ന് പറയണത്. ഉടമ്പടിയിലെ പ്രസൻസ്. ഉടമ്പടി പ്രസൻസിൻ്റെ പദ്ധതിയാണ്, സാന്നിധ്യത്തിൻ്റെ പദ്ധതി. നീ കർത്താവിനോട് കണ്ണുനീരോട് ചോദിച്ചോ, നിൻ്റെ ആവശ്യം സത്യസന്ധമാണ് ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നീ ഉടമ്പടി വിശ്വസ്തത കാണിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കും, പക്കയായിട്ട് സംസാരിക്കും. 2 സാമുവേൽ ആ വചനം എവിടെയാണ് കിടക്കുന്നത്? എവിടെയാണ് ആ വചനം കിടക്കുന്നത്? അത് ആ ചേച്ചിക്കറിയത്തില്ല. പക്ഷേ കർത്താവ് പറയും എൻ്റെ മനസ്സിതാണ്. ഇതിൽ നീ ചോദിച്ച ഉത്തരം ഈ വചനത്തിലുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് റീഡ് ഇറ്റ്. എടുത്ത് വായിക്കാൻ പറയും. എടുത്ത് വായിക്കാൻ പറയുമ്പോൾ അവിടുന്ന് നിന്നോട് ഞാൻ ശാശ്വതമായി ഉടമ്പടി ചെയ്തിരിക്കുന്നു. എന്നുവെച്ചാൽ ഇടയ്ക്കൊരു ബ്രേക്ക് ചെയ്യുന്ന ടെമ്പററി ഉടമ്പടിയല്ല. ദൈവം ഇങ്ങോട്ട് ചെയ്യുന്നതെല്ലാം നമുക്ക് ദൈവത്തോട് ടെമ്പററി ഉടമ്പടിക്ക് സാധ്യതയില്ല. കാര്യം ദൈവത്തിൻ്റെ എൻഡിട്ട് ആദ്യം അന്ത്യമില്ലാത്തത് കാരണം നമുക്ക് ദൈവത്തോട് ഒരു ടെമ്പററി ഇൻറ്റേറിയം താൽക്കാലികമായിട്ടൊരു ഉടമ്പടിക്ക് സാധ്യതയില്ല.
നമുക്ക് അവിടെയാണ് അബദ്ധം പറ്റിയിരിക്കുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തോട് നമുക്കൊരു വ്യക്തിക്ക് ടെമ്പററി ഉടമ്പടി സാധ്യമല്ല. കാര്യം ദൈവം നിത്യനായതുകൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഉടമ്പടി കാലം കഴിഞ്ഞു എന്നും പറഞ്ഞ് കള്ളു കുടിക്കാൻ പറ്റത്തില്ല. അപ്പം കാര്യം വെച്ചാൽ ഉടമ്പടി കാലം കഴിഞ്ഞു എന്നും പറഞ്ഞിട്ടുണ്ടേ, എൻ്റെ ഉടമ്പടി കാലം കഴിഞ്ഞു, 90 ദിവസം കഴിഞ്ഞു എന്നും പറഞ്ഞ് നിങ്ങൾക്ക് അഭ്യാസത്തിന് പോകാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം വെച്ചാൽ അങ്ങനെ പോകുമ്പോൾ വരാൻ പോകുന്ന പ്രശ്നം, നിങ്ങൾ പോകും എന്നുള്ളത് ഉടമ്പടിക്ക് IELTS പാസ്സാക്കാൻ വേണ്ടി മാത്രമുള്ള വൈറ്റിപ്പഴപ്പ് അഡ്ജസ്റ്റ്മെൻറ്റായിട്ട് നിൽക്കുകയാണ്. ഇത് കഴിയുമ്പോൾ ഇവളുടെ തനി നിറം കാണിക്കുമെന്ന് ദൈവത്തെ നേരത്തെ അറിയുക. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് വരുന്നൊരു അബദ്ധം ഇതാണ്. ഉടമ്പടി എടുത്തിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തിരിച്ച് പണി കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉടമ്പടിക്കാലം കഴിയുമ്പോൾ നിങ്ങൾ പഴയ ഫ്രോഡായിട്ട് മാറുമെന്ന് ദൈവത്തിന് അറിയാം. ഇതുകൊണ്ട് ഈ വിഷയം ലീക്കേജ് എന്ന് പറയാം. ഉടമ്പടിയുടെ ലീക്കേജ്, കവനന്റ് ലീക്കേജ്, ഇത് ആദ്യം ബ്ലോക്ക് ചെയ്യണം. കൃപയുടെ ലീക്കേജ് വരുന്ന ഒരു വഴി ഇതാണ്. ദൈവത്തിന് നിങ്ങളുടെ വിഷയം നേരത്തെ അറിയാം. അപ്പോൾ നേരത്തെ അറിയാവുന്ന കാരണം നിങ്ങൾ ആദ്യമേ തന്നെ മുൻകൂർ ജാമ്യത്തിലെടുക്കണം. കർത്താവേ, ഉടമ്പടിയുടെ കാലം കഴിഞ്ഞാലും ഞാൻ നിന്നോട് ചെയ്ത വാഗ്ദാനങ്ങളുടെ വിശ്വസ്തയോടെ ജീവിച്ചു കൊള്ളാം. അതാണ് സത്യസന്ധത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷ പാസ്സാകാൻ വേണ്ടി, വസ്തു വിൽക്കാൻ വേണ്ടി, പെണ്ണ് കെട്ടാൻ വേണ്ടി, കൊച്ചുണ്ടാകാൻ വേണ്ടിയുള്ള എന്തോ ഒരു മാന്ത്രിക പരിപാടിയായിട്ട് മാറും. ദൈവം അതിന് തയ്യാറല്ല. അതാണ് പറഞ്ഞത്, അവിടുന്ന് എൻ്റെ ഉടമ്പടി ശാശ്വതമായ, അവിടെ നിന്നോട് ചെയ്ത സാമുവേൽ 23:5 അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു. സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി. അവിടുന്ന് എന്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. ഉടമ്പടിയിലെ രക്ഷയുണ്ട്, നിത്യത, അഭിലാഷം, അനുദിന ജീവിതം. 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നിനു വായിച്ച്, അവിടുന്ന് എന്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. ഉടമ്പടി 2 നിയോഗങ്ങളാണ്. ഉടമ്പടി നിയോഗങ്ങളെ നമ്മൾ 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നെന്താണ്? നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഉടമ്പടി. അപ്പോൾ അതിൻ്റെ ഏറ്റവും പരമ ക്യാപിറ്റൽ കവനന്റ് ഹോളി ക്രിസ്റ്റ് വരണത്, നിത്യതയുടെ കൂദാശ കുർബാന. അപ്പോൾ അവിടുത്തെ ഇതിൻ്റെ രക്ഷയും, പിന്നെന്താണ്? അഭിലാഷം. അഭിലാഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതാഭിലാഷങ്ങളാണ്. അതിൻ്റെ ജോലിയുണ്ട്, വീടുണ്ട്, വിവാഹമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, സ്ഥലമുണ്ട്, അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഉടമ്പടിയിൽ എന്തൊക്കെയാണുള്ളത്? ഒന്ന് രക്ഷ, നിത്യജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ. രണ്ടാമത് അഭിലാഷം, അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ. ഇതെല്ലാം ഒറ്റ പാക്കേജിലാണ്. എന്തിനാണ്? ഉടമ്പടി എന്ന ഒറ്റ പാക്കേജിൽ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്റെ രക്ഷയും എന്റെ അഭിലാഷവും സാധിച്ചു തരുന്ന ഉടമ്പടിയുടെ ഭാഗമായതിലെ ഞാൻ സന്തോഷിക്കുന്നു. അതേ കൃപയിലെ നിലനിന്നു പോകാൻ എന്നെ അഭിഷേകം ചെയ്യണം. നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് എപ്പോഴും വരുന്ന വിഷയം ജീവിതവും ജീവനും, അതാണ് രക്ഷയും അഭിലാഷവും. ഇത് ഇപ്പം രക്ഷ എന്ന് പറയുന്നത് ജീവനെ സംബന്ധിക്കുന്നതും അഭിലാഷം എന്ന് പറയുന്നത് ജീവിതത്തെ സംബന്ധിക്കുന്നതുമാണ്. ജീവൻ്റെ നിലനിൽപ്പാണ് ജീവിതം. ഐഹിക ജീവിതത്തിൻ്റെ ഭൗതിക നിലനിൽപ്പ്. ഐഹിക ജീവിതത്തിൻ്റെ ജീവൻ്റെ ഐഹിക നിലനിൽപ്പും ഭൗതികമായിട്ടുള്ള അതിൻ്റെ മെയിൻ്റെനൻസുമാണ് ജീവിതമെന്ന് പറയണത്. ഇതിന് വേണ്ടത് അഭിലാഷങ്ങളാണ്, ആഗ്രഹങ്ങൾ. ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. അതായത് ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആഗ്രഹങ്ങളാണ് ഫിസിക്കൽ ഫേവേഴ്സ്. അതിന് നമ്മൾ ബ്ലെസ്സിങ്സ് എന്ന് പറയും. അതിന് മലയാളത്തിൽ നമ്മൾ അനുഗ്രഹങ്ങളെന്ന് പറയും. ജീവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടത് കൃപയാണ്. ജീവന് കൃപയും ജീവിതത്തിന് ബ്ലെസ്സിങ്സുമാണ്. മാറിപ്പോരുത്. ആധ്യാത്മിക ശാസ്ത്രം കൃത്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം. ജീവന് വേണ്ടത് കൃപ, അതിന് ശക്തി. അപ്പോൾ ഈ ജീവന് പരിപോഷണം കിട്ടാനും ജീവിതത്തിന് പരിപോഷണം കിട്ടാനും മെത്തേഡ് വ്യത്യാസമാണ്. 2 തരം മെത്തേഡാണ്. ജീവിതത്തിൻ്റെ സിമ്പിളാണ്, അവൻ പറയണ പോലെ ചെയ്താൽ മതി. പക്ഷേ അതിൻ്റെ അകത്തെല്ലാം ലൈറ്റ് വേർഡ് ഓഫ് ഗോഡേ ഉണ്ടാകത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? ജീവിതത്തിൻ്റെ അകത്ത് ജീവനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയുള്ളത്
അത് രക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് കഠിനമായ വേർഡ് ഓഫ് ഗോഡാണ് ഉള്ളത്. വേർഡ് ഓഫ് ഗോഡ് തന്നെ 2 ഉണ്ട്. എന്തൊക്കെയാണ്? ദൈവവചനങ്ങൾ 2 ജാതിയുണ്ട്. എന്താണ്? ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന, അഭിലാഷങ്ങളെ സാധിക്കുന്ന, നിത്യജീവിതത്തിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ലഘുവചനങ്ങൾ. ആ ഒരു ലഘുവചനങ്ങൾ ജീവിച്ചു പോയാൽ തന്നെ നമ്മുടെ ജോലി, വീട്, വിവാഹം, IELTS, MOH, ഹാദ്, നമ്മുടെ ജീവിതം, ആരോഗ്യം എല്ലാം സാധിക്കും. ലഘുവചനങ്ങൾ. ചില വചനങ്ങൾ കട്ടിയാകുമ്പോൾ ഓർക്കുക, അത് ജീവനെ പരിപോഷിപ്പിക്കാനുള്ളതാണ്. അത് നിത്യജീവനായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ വചനങ്ങൾ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് എനർജി കൂടുതൽ വേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് കുർബാനയെക്കുറിച്ച് ഈശോ പറയുമ്പോഴേ യോഹന്നാൻ 6:60. യോഹന്നാൻ 6:60. ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? മനസ്സിലാക്കാൻ പോലും കഴിയത്തില്ലെന്ന്. അത് പറഞ്ഞ് യോഹന്നാൻ 6:60 എന്താ പറയണത്? ഏറ്റു പറഞ്ഞ ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? അതായത് ഇത് മനസ്സിലാക്കാൻ, കേൾക്കാൻ പോലും കഴിയത്തില്ലെന്ന്. ആ വചനങ്ങളാണ് കഠിന വചനങ്ങൾ. എന്താണ് കേൾക്കാൻ പോലും മനസ്സിലാക്കാത്ത വചനങ്ങൾ? അത് ജീവൻ്റെ വചനങ്ങളാണ്. എന്തിനു വേണ്ടിയുള്ള വചനങ്ങളാണ്? കഫർനാമിൽ വെച്ച് ഈശോ സംസാരിച്ച് സിനഗോഗിൽ വെച്ച്. ഞാൻ ആ സിനഗോഗിൽ പോയിട്ടുണ്ട്. ഞാൻ ആ സിനഗോഗിൽ പോകുമ്പോൾ ഇന്നും എനിക്ക് അഭിമാനമുണ്ട്. കർത്താവ് കൃപാനയെക്കുറിച്ച് പറഞ്ഞ സ്ഥലമാണെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ആ കഫർനാം സിനഗോഗിൻ്റെ ഇന്നത്തെ അവസ്ഥ, അവിടെ അതൊരു ടൂറിസ്റ്റ് ലാൻഡാണ്. അവിടെ ഇപ്പോൾ വീട് താമസങ്ങളൊന്നുമില്ല. ഗലീല കടലിൻ്റെ വടക്ക് പടിഞ്ഞാറ് വശത്ത് ഉള്ള വീടാണ് കഫർനാം സിനഗോഗ്. ആ സിനഗോഗിൻ്റെ ഫ്രണ്ടിലാണ് പത്രോസിൻ്റെ വീടുള്ളത്. അതൊക്കെ ഇപ്പോഴും ഉള്ളതാണ് അതൊക്കെ. അപ്പോൾ ഈ സിനഗോഗിൽ ചെന്നപ്പോൾ എനിക്കാണെങ്കിൽ ഉള്ള കുഴപ്പം, എനിക്ക് വെയിൽ കൊള്ളാൻ പാടില്ല. ഞാനെപ്പോഴും തൊപ്പി വെച്ച് നടക്കത്തുള്ളൂ. ചെറിയ മഴ കൊള്ളാൻ പോലും പാടില്ല. പക്ഷേ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഈ കഫർനാം സിനഗോഗിൻ്റെ ഇപ്പോഴേ ഈ ഭിത്തികൾ മാത്രമേ ഉള്ളൂ. കുറേ വർഷം പഴക്കമുള്ള ആ സിനഗോഗ് അവിടെ താഴെ ഭൂമിയെ തുരന്ന് വെച്ചിട്ടുണ്ട് ആർക്കിയോളജിക്കാരെ. അപ്പോൾ അതിൻ്റെ ആദ്യകാലങ്ങളുണ്ടായിരുന്ന സിനഗോഗിൻ്റെ പൊടി കല്ലുകൊണ്ട് അതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്ത് ഉൾപ്പെടെ ഓരോ കാലഘട്ടങ്ങളിൽ അത് പുതുക്കി പണിതതിൻ്റെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഉള്ളതിന് തന്നെ ഒരു 10,000 കൊല്ലം പഴക്കമുള്ളതാണ്. പക്ഷേ അതിൻ്റെ മേൽത്തട്ടിയില്ല, മറിച്ച് 4 മൂലക്ക് ഭിത്തിയേ ഉള്ളൂ. അപ്പോൾ നല്ല വെയിൽ വീണിട്ടുണ്ട് അതിൻ്റെ അകത്ത്, നല്ല ചൂടുമാണ്. പക്ഷേ കർത്താവ് സിനഗോഗിൽ നിന്ന് സംസാരിച്ച സ്ഥലം, ഞാൻ ഈ സിനഗോഗിൽ പോകുന്ന കാരണം കഴിഞ്ഞ മാസവും പോയായിരുന്നു. എറണാകുളത്ത് ഒരു പഴയ സിനഗോഗുണ്ട്, അവിടെ പോയായിരുന്നു. യഹൂദന്മാരുടെ പള്ളിയാണ്. അപ്പം ആ സിനഗോഗിൻ്റെ അവിടെ കർത്താവിൽ നിന്ന് സംസാരിക്കുന്ന സ്ഥലം എനിക്കറിയാം. സിനഗോഗിൻ്റെ പുൾപ്പിറ്റുള്ള സ്ഥലം അറിയാം. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട്, കർത്താവേ, നീ ഇവിടെ നിന്നല്ലേ കുർബാനയെക്കുറിച്ച് സംസാരിച്ചത്? ഞാൻ കുർബാന കൈകാര്യം ചെയ്യുന്ന നിൻ്റെ ദിവരേശത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷകനാണ്, എന്നെ അനുഗ്രഹിക്കണം. ഞാൻ 40 മിനിറ്റ് അവിടെ കിടന്ന് തല എടുത്ത് ആ ചുട്ടുപൊള്ളുന്ന തിണ്ണയിൽ വെച്ചുകൊണ്ട് വെയിലും കൊണ്ട് 40 മിനിറ്റ് കിടന്നവിടെ. എനിക്കറിയാം ആ സ്ഥലം എന്താണെന്ന്. അവിടെ വെച്ചാണ് കർത്താവ് പറഞ്ഞത്, പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചു. അതുപോലെ അല്ല ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കാം. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സജീവനായ പിതാവാണ് എന്നെ അയച്ചത്. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ജീവൻ്റെ വചനമാണത്. അതാണ് ഈശോ 6:35 തൊട്ട് യോഹന്നാൻ്റെ സുവിശേഷം 6:35 തൊട്ട് 57 വരെ പറയണത്. അതാ കഫർനാം സിനഗോഗിൽ ഞാൻ നെറ്റിവെച്ച് 40 മണിക്കൂർ വെയിലത്ത് കിടന്ന സ്ഥലത്ത് നിന്നാണ് കർത്താവ് പറഞ്ഞത്. പക്ഷെ ആ പറഞ്ഞ് കേട്ടപ്പോൾ അന്നത്തെ ആൾക്കാരെന്താ പറഞ്ഞത്? ഈ വചനം കഠിനമാണ്, ആർക്കിത് മനസ്സിലാക്കാൻ കഴിയും? പക്ഷെ മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരോടും കർത്താവ് ചോദിച്ചു, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് ചോദിക്കാൻ നിവൃത്തിയില്ല. ഡു യു ഓൾസോ വാണ്ട് ടു ഗോ? നിങ്ങൾക്ക് പോകണമെന്നുണ്ടോ? അപ്പോൾ കർത്താവിനോട് അവർ പറഞ്ഞു, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണല്ലോ. കൈയിട്ടിച്ച് കർത്താവ് എല്ലാവരും നിത്യജീവൻ ലക്ഷ്യമാക്കി യാത്ര കൂടെ സ്നേഹമേ ആരാധന
സന്തോഷത്തോടെ. ഓ ദിവ്യമാ സ്നേഹമേ, സ്നേഹമേ